ഒട്ടുമിക്ക ജീവികൾക്കും അവയുടെ ശ്രവണ അവയവം അഥവാ ഓഡിറ്ററി ഓർഗൻസ് തലയുടെ ഭാഗമായി സ്ഥിതി ചെയ്യുമ്പോൾ ഗ്രാസ് ഹോപ്പേഴ്സ് അല്ലെങ്കിൽ പുൽച്ചാടിക്ക് അടിവയറിലാണ് അവയുടെ ഓഡിറ്ററി ഓർഗൻസ്. ശബ്ദതരംഗങ്ങളോടുള്ള പ്രതികരണമായുള്ള വൈബ്രേഷൻ അല്ലെങ്കിൽ പ്രകമ്പനം കൊള്ളുന്ന തരത്തിലുള്ള ഒരു ജോഡി മെംബ്രെയിൻസ് അവയുടെ അടിവയറിൽ ഇരുവശത്തും ചിറകുകൾക്ക് കീഴിലായി സ്ഥിതി ചെയ്യുന്നു. ടിമ്പാനിയൽ ഓർഗൻ എന്നറിയപ്പെടുന്ന ഈ കുഞ്ഞൻ ചെവി പുൽച്ചാടിയെ അതിൻ്റെ സഹപുൽച്ചാടിയുടെ പാട്ടുകൾ കേൾക്കാൻ കൂടി സഹായിക്കുന്നുണ്ട്. എന്നാൽ ഈ ഓഡിറ്ററി ഓർഗൻസ് വളരെ ലളിതമായ ഘടനയുള്ളതായതുകൊണ്ട് തന്നെ സൗണ്ട് പിച്ചിനെ വേർതിരിച്ചറിയാൻ ഇവയ്ക്ക് കഴിയില്ല. എന്നിരുന്നാലും സൗണ്ട് വേവ്സിൻ്റെ ഇൻറ്റൻസിറ്റിയും ഋതവും ഒക്കെ മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയും. വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്നാൽ ഇവ ഓരോന്നിനും അവരുടേതായ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഋതം ഉണ്ട്. അതായത് ഓരോ ഇനം പുൽച്ചാടിയും ഒരു സവിശേഷ താളം സൃഷ്ടിക്കുന്നു. അത് മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അവയ്ക്ക് പരസ്പരം മറ്റുള്ളവയെ വേർതിരിച്ചറിയാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ആൺപുൽച്ചാടികൾ ഇണകളെ വിളിക്കാനും പ്രദേശം അവകാശപ്പെടാനും ഒക്കെയായിട്ട് ഈ സൗണ്ട് വേവാണ് ഉപയോഗിക്കുന്നത്. ഈ സൗണ്ട് വേവിൻ്റെ പിച്ച് അനുസരിച്ച് പെൺപുൽച്ചാടിക്ക് ആൺപുൽച്ചാടിയുടെ ആപേക്ഷിക വലിപ്പം വിലയിരുത്താനും സാധിക്കും. മറ്റ് ആൺപുൽച്ചാടികൾക്ക് എതിരാളിയുടെ വലിപ്പം മനസ്സിലാക്കാനും ഈ സൗണ്ട് വേവ് സഹായകമാകുന്നുണ്ട്. ഗ്രാസ് ഹോപ്പേഴ്സിനെ കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഒത്തിരിയുണ്ട്. ഡൈനോസേഴ്സ് ഭൂമിയിൽ കറങ്ങുന്നതിന് മുൻപ് തന്നെ ജീവിച്ചിരുന്ന പുരാതന പൂർവികരിൽ നിന്നും പരിണമിച്ചവർ തന്നെയാണ് ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന ഗ്രാസ് ഹോപ്പേഴ്സും. 300 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപേ അവ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവാണ് ഇന്ന് കണ്ടെത്തിയിരിക്കുന്ന പ്രിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഫോസിൽ രേഖകൾ. അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ ഒരു പ്രധാന ഉറവിടമാണ് ഗ്രാസ് ഹോപ്പേഴ്സ് എന്നത്. ലോക്കസ്റ്റ് എന്നും വെട്ടുകിളി എന്നും ഇവയെ പറയാറുണ്ട്. പ്രോട്ടീൻ്റെ ഉറവിടമായതുകൊണ്ട് തന്നെ ഇവയെ പ്രധാന പോഷകാഹാരമായി കാണുന്നവരുണ്ട്. എന്തിനേറെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ ഇവയെയും പിന്നെ തേനുമായിരുന്നു ഭക്ഷിച്ചിരുന്നത്. ആഫ്രിക്ക, ഏഷ്യ, അമേരിക്ക എന്നിവിടങ്ങളിലെ പലയിടത്തും അവരുടെ പ്രാദേശിക ഭക്ഷണത്തിലെ ഒരു പതിവ് ഭക്ഷണക്രമം തന്നെയാണ്